നമസ്കാരം, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡെവലപ്മെൻറ്റ് സീരീസിൽപ്പെട്ട മറ്റൊരു വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് ഏവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ സീരീസാണ്. നമ്മൾ കാലാകാലങ്ങളായി വളരെയധികം പ്രൊമോഷൻ നൽകിയൊരു വീഡിയോ തന്നെയാണ്. പ്രൊമോഷൻ ഓട്ടോമാറ്റിക് പ്രൊമോഷനാണ് കേട്ടോ, അല്ലാതെ നമ്മുടെ പെയ്ഡൊന്നുമല്ല. കാരണം നമ്മുടെ ഇന്ത്യയുടെ ഒരു സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം പദ്ധതിയുടെ ഒരു ലേറ്റസ്റ്റ് കാര്യമാണ് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. വിഴിഞ്ഞം പദ്ധതി നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ മദർഷിപ്പ് പോർട്ടാണ് തിരുവനന്തപുരം വിഴിഞ്ഞത്ത് വരാനായിട്ട് പോകുന്നത്. വളരെയധികം ഡെവലപ്മെൻറ്റ് സാധ്യതയുള്ള ഒരു പ്രൊജക്റ്റാണ്. അത് ഇന്ത്യയെ സംബന്ധിച്ചിരുന്നാലും കേരളത്തെ സംബന്ധിച്ചായാലും അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചായാലും വളരെയധികം പ്രാധാന്യമുള്ളൊരു പ്രൊജക്റ്റ്. 2015-16 കാലഘട്ടത്തിൽ ഇത് തുടങ്ങുമ്പോൾ വളരെയധികം പ്രതീക്ഷകളോടെയാണ് തുടങ്ങിയത്. പെട്ടെന്ന് തീർക്കാവുന്ന രീതിയിൽ തന്നെയാണ് തുടങ്ങിയത്. പക്ഷേ നമ്മുടെ നാട്ടിലെ സവിശേഷമായ ചില അന്തരീക്ഷങ്ങൾ വെച്ചിട്ട് അത് ഇത്രയും കാലം നീണ്ടുപോയി. അതിന് പ്രകൃതിദത്തമായിട്ടുള്ള കാരണങ്ങളുണ്ട്, അല്ലാത്ത കുറച്ച് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്കറിയാവുന്നുള്ള കുറേ കാര്യങ്ങളുമുണ്ട്. അങ്ങനെ കുറച്ചധികം അത് നീണ്ടുപോയി. എന്നിരുന്നാലും ഈ ഒരു പ്രോജക്റ്റ് ഇപ്പോൾ ഇംപ്ലിമെൻറ്റേഷൻ്റെ വക്കിലാണ്. ആ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ബ്രേക്ക് വാട്ടറിൻ്റെ നിർമ്മാണമാണ്. ബ്രേക്ക് വാട്ടറിൻ്റെ നിർമ്മാണമാണ് ഇതിൻ്റെ ഏറ്റവും സങ്കീർണമായ ഒരു ഘട്ടമെന്ന് പറയുന്നത്. കാരണം ഈ ഒരു ബ്രേക്ക് വാട്ടർ നിർമ്മാണമാണ് അനന്തമായിട്ട് നീണ്ടുപോകുന്നത്. കാരണം അതാണ് ഏറ്റവും അധികം പ്രശ്നം. കാരണം നമുക്കിതിനൊരു ചെറിയ വിൻഡോ മാത്രമേ ഉള്ളൂ. ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെയുള്ള ഒരു ചെറിയൊരു വിൻഡോയ്ക്കകത്താണ് ഈ ബ്രേക്ക് വാട്ടർ നിർമ്മിക്കുന്നത്. ബാക്കിയുള്ള സമയത്തറിയാം കടൽ പ്രക്ഷുബ്ധമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റൊക്കെ റെയിനി സീസണാണ്, അതുപോലെ തന്നെ മൺസൂൺ ഉണ്ട്. അങ്ങനെ പല കാര്യങ്ങളും പല ആസ്പെക്റ്റും ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ മാത്രമേ നമുക്ക് ഇവിടെ ഈ ഒരു ബ്രേക്ക് വാട്ടർ നിർമ്മിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കാലാകാലങ്ങളായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പല കടമ്പകളും ഓക്കി പോലുള്ള കാര്യങ്ങൾ കടന്നു. ഓക്കിയുടെ സമയത്ത് കുറച്ച് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ബാധിച്ചു കേട്ടോ. കാരണം കുറച്ച് പാട്ടൊക്കെ അന്ന് ഇടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നീട് 120 ദിവസത്തെ സമരം, എന്തിനോ വേണ്ടി വന്നൊരു സമരം, ആ ഒരു സമരം കാരണം വീണ്ടും ഇത് നീണ്ടുപോയി. അല്ലെങ്കിൽ കുറച്ചുകൂടെ നേരത്തേക്ക് ഇത് തീരുമായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഇങ്ങനെയുള്ള വളരെ നല്ല പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടല്ലോ. നമുക്ക് ഏതൊരു ഡെവലപ്മെൻറ്റ് വന്നാലും അതിൻ്റെ കൂട്ടത്തിൽ കുറേ സമരങ്ങൾ വരും. അതുകൊണ്ട് മറ്റ് പല പ്രശ്നങ്ങളും ഉണ്ട്. പല കമ്പനികളും നമ്മുടെ നാട്ടിലേക്ക് വരാറില്ല. അത് മറ്റൊരു വിഷയമാണ്. അത് മറ്റൊരു ചർച്ചയിൽ അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ ഏറ്റവും സന്തോഷകരമായ വാർത്ത വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ ആ ഒരു പണികളെല്ലാം ഇപ്പോൾ തീർന്നിട്ടുണ്ട് എന്നതാണ്. ഈ ഒരു ബ്രേക്ക് വാട്ടറിൻ്റെ ആകെ നീളം എന്ന് പറയുന്നത് 2950 മീറ്ററാണ്. അതുപോലെ തന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള ആ ഒരു റിസോഴ്സസ് എന്ന് പറയുന്നത് നമുക്കിനി എത്രത്തോളം ആണെന്ന് നോക്കാം. ഏകദേശം 70 ലക്ഷത്തോളം കരിങ്കല്ലാണ് കടലിൽ ഇതിനായിട്ട് നിക്ഷേപിച്ചത്. ഏകദേശം ഒരു ഡെപ്ത് നോക്കിക്കഴിഞ്ഞാൽ 14 മുതൽ 20 മീറ്റർ വരെ ആഴത്തിലാണ് ഇവിടെ കല്ലുകൾ ഇട്ടത്. അതുപോലെ തന്നെ 100 മുതൽ 120 മീറ്റർ വ്യാസത്തിലാണ് നമ്മുടെ അടിത്തട്ടിലുള്ള ഈ കല്ലുകൾ പാകിയിട്ടുള്ളത്. വളരെ സങ്കീർണമായിട്ടൊരു സംഭവം ആണെന്ന് അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണെന്ന് നമുക്ക് ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ തട്ടിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 10 മീറ്ററോളം വീതിയുമുണ്ട്. ഒരു ത്രികോണാകൃതിയിലാണ് ഈ പറയുന്ന ബാക്ക് വാട്ടർ ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത്. 2023 മുതൽ 24 കാലഘട്ടത്തിലാണ് നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ ഏറ്റവും കൂടുതൽ പണികൾ നടന്നത്. 2016 തുടങ്ങിയ പണികളാണെന്ന് ആലോചിക്കണം. നമുക്ക് നമ്മുടെ ഈ പറയുന്ന വിഴിഞ്ഞം പോർട്ട് സ്റ്റാർട്ടായത് 2016 പക്ഷേ ബ്രേക്ക് വാട്ടറിൻ്റെ ഭൂരിഭാഗം പണികളും നടന്നത് ഞാനിപ്പോൾ പറഞ്ഞ കാലഘട്ടത്തിലാണ്. ഇനി എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മുടെ മുതലപ്പുഴയിലും അതുപോലെ തന്നെ കൊല്ലത്തും ലോഡ് ഔട്ട് പോയിന്റുകൾ സജ്ജമാക്കിയിരുന്നു. അതായത് കല്ലുകൾ അവിടെ ശേഖരിച്ച് പിന്നീട് വിഴിഞ്ഞത്തേക്ക് കൊണ്ടുവരുന്ന ഒരു രീതിയാണ് അവലംബിച്ച് പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ വിഴിഞ്ഞത്ത് നോക്കിക്കഴിഞ്ഞാൽ 3 പോയിന്റുകളിൽ കല്ല് ശേഖരിച്ചാണ് ബാർജുകളിലും അതുപോലെ തന്നെ ടിപ്പറുകളിലുമായിട്ട് കല്ല് നിക്ഷേപങ്ങൾ നടത്തിയത്. കടലിൽ 5 മീറ്റർ ആഴമുള്ള ഭാഗങ്ങളിൽ ബാർജ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ പറയുന്ന കല്ലുകൾ നിക്ഷേപിക്കുന്നത്. അതിന് മുകളിലുള്ള ഭാഗങ്ങളിലാണ് ടിപ്പർ ഉപയോഗിച്ച് നിക്ഷേപിക്കുന്നത്. ഇതിനായിട്ട് ഏകദേശം 12ഓളം ബാർജുകൾ യൂസ് ചെയ്തിരുന്നു. ഈ മുതലപ്പുഴയും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ കൊല്ലത്തു നിന്നും ബാർജുകൾ വഴിയാണ് നമ്മുടെ വിഴിഞ്ഞത്തേക്ക് കല്ലുകൾ എത്തിച്ചു കൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം സൃഷ്ടിച്ച ഒന്നാണ് ഈ കല്ലുകളുടെ അഭാവം എന്ന് പറയുന്നത്. അത് നികത്തിയത് നമ്മുടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കല്ലെടുത്തിട്ടും അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ അകമഴിഞ്ഞൊരു സഹായം ഇതിനായിട്ടുണ്ടായിരുന്നു. അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇവ രണ്ടും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ കല്ലിൻ്റെ അഭാവവും ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ഓവർകം ചെയ്തത്. ഇനി അടുത്ത ഘട്ടം എന്നോണം നമ്മൾ ഈ ബ്രേക്ക് വാട്ടർ നിർമ്മിച്ചല്ലോ, അതിന് ചുറ്റും
ബ്രേക്ക് വാട്ടറിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് അക്രോപോഡുകൾ നിർമ്മിക്കുമെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. ഇതിന് പുറമെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിന് മുകളിലായിട്ട് കോൺക്രീറ്റ് റോഡ് 10 മീറ്റർ വീതിയിൽ നിർമ്മിക്കുമെന്നും പറയപ്പെടുന്നുണ്ട്. ഇനി ഞാൻ അടുത്ത് പറയാൻ പോകുന്ന സംഗതിയാണ് ഏറ്റവും പെക്കൂലിയറും അതുപോലെ തന്നെ അട്രാക്റ്റീവുമായിട്ടൊരു സംഗതി. നമ്മുടെ കേരളത്തിലുള്ള പലർക്കും ചിലപ്പോൾ ഗൂസ് ബംസ് ഒക്കെ അടിക്കാവുന്നൊരു സംഗതിയാണ്. അതായത് ഇനി തുറമുഖത്തിൻ്റെ അടുത്ത ഘട്ടമെന്നോണം ഈ 2.9 കിലോമീറ്ററാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ നിന്ന് 3.9 കിലോമീറ്റർ ആവും എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത്. അതായത് 900 മീറ്റർ കൂടി ബ്രേക്ക് വാട്ടറിൻ്റെയും പണി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത്രയും നീളമുള്ള മറ്റൊരു ബ്രേക്ക് വാട്ടർ നമ്മുടെ ഇന്ത്യയിൽ ഇല്ലെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്രേക്ക് വാട്ടറുള്ളൊരു തുറമുഖം വിഴിഞ്ഞമായി മാറുകയും ചെയ്യും. അപ്പോൾ വളരെയധികം വലിയ കാര്യങ്ങളാണ് ഇനി വരാനായിട്ട് പോകുന്നത്. ഇനിയിപ്പോൾ വലിയ വലിയ കണ്ടെയ്നേഴ്സ് നമ്മളെ വിഴിഞ്ഞത്തേക്ക് വരും. അതിന് പുറമെ ഇനി നമുക്ക് വരാനായിട്ട് പോകുന്നത് വെച്ചാൽ ക്രൂയിസ് ടെർമിനലൊക്കെ ഈ ഒരു പ്ലാനിലുണ്ട്. നമ്മൾ മുൻപത്തെ വീഡിയോ കാണാത്തവർ കാണുക. അതിൽ അണ്ടർഗ്രൗണ്ട് റെയിൽവേ സിസ്റ്റം എല്ലാം വരുന്ന ഒരു സംഭവം വരുന്നുണ്ട്. അതായത് നമ്മുടെ കണ്ടെയ്നർ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ പോർട്ട് യാഥാർത്ഥ്യമാകുന്നതോട് കൂടിയിട്ട് നമ്മുടെ കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ച വളരെയധികം മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ പോർട്ട് വന്നു അല്ലെങ്കിൽ ഇവിടെ ഡെവലപ്മെൻറ്റ് വന്നു അതുകൊണ്ട് തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് വരുമാനം കിട്ടുമെന്നില്ല. പടിപടിയായി കാലാകാലങ്ങളെടുത്തിട്ട് നമ്മൾ ആ ഒരു വൻ വരുമാനം മറ്റുള്ള പോർട്ടൊക്കെ എത്തിച്ചേർന്ന ഒരു വരുമാനത്തിലേക്ക് മാറും. അതിനോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ ഒരു മുഖച്ഛായ മൊത്തത്തിൽ മാറും. അപ്പോൾ നമുക്കെല്ലാവർക്കും സന്തോഷിക്കാനായിട്ട് വകയുണ്ട്. ഇപ്പോൾ മഴയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമുക്ക് വീഡിയോ എൻഡ് ചെയ്യുന്നതിന് പറയാനുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പല വീഡിയോകളിലും അടുത്തൊന്ന് പറയാറുണ്ട്, നിങ്ങൾ കുറേ കാര്യങ്ങൾ തള്ളുന്നുണ്ടല്ലോ, ഈ തള്ളുന്ന കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ എന്നുള്ളത്. നമ്മൾ തള്ളുന്ന കാര്യം കുറേയൊക്കെ വരുന്നുണ്ട്. ഈ വരുത്തുന്നതും അതേപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിലെ ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം നമുക്ക് നിങ്ങളിലേക്ക് പല പ്രൊജക്റ്റുകളുടെ അവയർനെസ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ചില ഉറങ്ങിക്കിടക്കുന്ന പ്രൊജക്റ്റുകൾ, ഇപ്പം പൂവാറ് പോലുള്ള സംഭവങ്ങൾ നമ്മൾ ആൾക്കാരെ ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. കേബിൾ കാർ സിസ്റ്റത്തിന്, അങ്ങനെ ഫോർ എക്സാമ്പിൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ പറയുന്ന അതോറിറ്റീസിൻ്റെ ലൈം ലൈറ്റിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ബാക്കിയുള്ള സംഭവങ്ങൾ ജനങ്ങളുടെ, നമ്മളെപ്പോഴും പറയാറുണ്ട്, അത് ഒരു കൂട്ടായ ശ്രമമാണ്. ഇപ്പോൾ ട്രിവാൻഡ്രം റിംഗ് റോഡൊക്കെ പറയുന്നുണ്ട്, അത് കുറച്ച് കാലമായിട്ട് ഈ ഡോർമെൻ്റ് വോൾക്കാനോ പോലെ ഇപ്പം ഇങ്ങനെ കിടക്കുവാണ്. അപ്പോൾ അതെല്ലാം ഉയർത്തേണ്ടി വരുമെന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ നമ്മുടെ റിലൻലെസ്സായിട്ട്, അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പല വീഡിയോകളും ചെയ്യുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണ് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. നീണ്ടുപോകുന്നതിനെ പറ്റി വീഡിയോ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് സമൂഹത്തിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ സംഗതി ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോസ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. മാക്സിമം നിങ്ങൾക്ക് ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഒരിക്കലും പറയാറില്ല നമ്മളിത് സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ഷെയർ ചെയ്യണമെന്നോ. നമ്മൾ വളരെ ലിമിറ്റഡായിട്ടേ പറയാറുള്ളൂ. എഴുതി കാണിക്കും, പക്ഷേ നമ്മളായിട്ട് വന്ന് പറയാറില്ല. പക്ഷേ നിങ്ങൾക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസ് നമ്മൾ ചെയ്യണമെന്ന് ഉള്ളത് മാത്രമല്ല, മറ്റുള്ളവർ ചെയ്യുന്ന ഇതേപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് മാക്സിമം ഷെയർ ചെയ്യുമ്പോൾ ഇത് പലരുടെയും കണ്ണിൽ ഉടക്കും. അപ്പോൾ അവർക്കും അറിയാനായിട്ട് സാധിക്കും. അത് ചിലപ്പോൾ ബ്യൂറോക്രാറ്റ്സ് ആവാം, ചിലപ്പോൾ സാധാരണ ജനങ്ങളാവാം, എല്ലാവരും അതിനു വേണ്ടി പ്രയത്നിക്കും കുറച്ചെങ്കിലും. അപ്പോൾ അത് അങ്ങനെയൊക്കെ വേണം നിങ്ങളിത് കാണാനായിട്ട്. നമുക്കിത് നിങ്ങൾക്ക് മാക്സിമം നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണെന്ന് നിങ്ങളോട് പറയാനുള്ളത്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി വരുന്നവരെ ഞാൻ ഷിബു സാലിഹ, എന്നോടൊപ്പം പ്രേണസ് രാജ് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കീപ് വാച്ചിങ് ക്രസ് കേരള.